MI കരിയർ മൈൻഡ് മാപ്പ്. നമ്മൾ എവിടെങ്കിലും എത്തിക്കുന്നത് നമ്മുടെ ചിന്താഗതിയാണ്. ഞാൻ തുടക്കത്തിൽ ഈ ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, 2025 നമ്മുടെ ചിന്താഗതി പോസിറ്റീവായാൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായാൽ, നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ 2025 നമ്മുടെ ജീവിതത്തിൽ മൈലേജ് ഒരുപാട് മാറ്റം ഉണ്ടാകും. സോ 4 വർഷം നമ്മളുടെ ചിന്താഗതി മൈ ലൈഫ് സ്റ്റൈൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. യു ആർ എ ന്യൂക്ലിയസ്. നമ്മള് ഗ്രഹങ്ങളെ ആകർഷിക്കുന്ന ന്യൂക്ലിയസ് ആയിട്ട് ഇറങ്ങി നിന്നിട്ടേ കാര്യം ഉള്ളൂ. നമ്മൾ ഇറങ്ങിയിരിക്കണം. നമ്മൾ നയിക്കാൻ തയ്യാറാകണം. ആ കൊച്ച് ആ തടി ഉന്തി മാറ്റാൻ ശ്രമിച്ചതുപോലെ നമ്മൾ ഇറങ്ങി നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ഒരു സമൂഹവും ഉണ്ടാകും. ഈ ലോകത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ കണക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ രക്ഷപ്പെട്ട എല്ലാവരും ക്രിയേറ്റേഴ്സ് ആണ്, ഫോളോവേഴ്സ് അല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ, എന്തെങ്കിലും ഉണ്ടാക്കാൻ, എന്തെങ്കിലും പുതിയതായിട്ട് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ, എന്തെങ്കിലും മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് പ്രവർത്തിച്ച ആൾക്കാർ മാത്രമേ ഈ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഫോളോവേഴ്സ് രക്ഷപ്പെട്ടിട്ടില്ല. അവർക്ക് കിട്ടിയ മിച്ചരെ ഫോളോവേഴ്സ് കിട്ടിയിട്ടുള്ളൂ. സോ നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ ഇറങ്ങി ഫ്രണ്ടിൽ നിൽക്കണം. ആ ബാഹുബലിയുടെ അകത്ത് അയാൾ നിൽക്കുന്നത് പോലെ. 2025 അങ്ങൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാവോ? നയിക്കാൻ ജനിച്ചവനാണ് ഞാനെന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ? നയിക്കാൻ ജനിച്ചവനാണ് ഞാൻ. ആ ഒരു മൈൻഡ് സെറ്റിലെത്തുക. ഒറ്റ വർഷം വന്നവരമാണ്. ഒരൊറ്റ വർഷം. സോ ആദ്യത്തെ വർഷം എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ വർഷം നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റേഷൻ. വെറും ചെയ്യേണ്ട, കാണുന്ന എല്ലാവരെയും പിടിച്ച് തലക്കടിച്ച് ബോധം കെടുത്തി പ്രോഗ്രാം സെറ്റിൽ കൊണ്ടിരിക്കുക. ചാക്കി കെട്ടിയതാണെങ്കിൽ പ്രോഗ്രാം സെറ്റിൽ, കൈ കാലം കെട്ടി തപ്പിക്കൊണ്ട് പോയിട്ടാണ് പ്രോഗ്രാം സെറ്റിൽ കൊണ്ട് ഇരുത്തുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി എന്നാ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ വിളിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ വരുന്നില്ല സാർ, തട്ടിക്കൊണ്ട് പോകാൻ ആരെങ്കിലും വരണം? ഹലോ സാർ വരുന്നില്ല സാർ, തലക്കടി ബോധം ആരെങ്കിലും വരണം? ഞാൻ പറഞ്ഞ അതേ മാനസികാവസ്ഥയിൽ ഇറങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്ത് ഈ നാളെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബോധത്തിനോട് വേദം ഒന്നുകൊണ്ട് കാര്യം നമ്മളോട് പറയുന്നത് ഒരു കാര്യമില്ല. വേറെ നിവൃത്തി ഇല്ല. അല്ലെങ്കിൽ നീ എന്നെ തല്ലണം, അല്ലെങ്കിൽ നീ ഇറക്കണം. മനസ്സിലായ? അപ്പൊ ആൾക്കാരോട് പറയേണ്ടത്, എനിക്ക് നല്ലതെന്ന് തോന്നിയ, നിങ്ങൾക്ക് അറിവില്ലാത്ത, നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണത്. എനിക്ക് നല്ലതെന്ന് തോന്നിയ, എനിക്ക് നല്ലതെന്ന് തോന്നിയ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത, നിങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് അത്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ എനിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റില്ല. നിങ്ങളുടെ പൈസ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി 1 മണിക്കൂർ വന്നേ പറ്റൂ. അടുത്ത ആഴ്ച വരാം. ആയിക്കോട്ടെ ടാറ്റ. നീ വരുന്നവരെ അടുത്ത ആഴ്ച ഞാൻ ഇവിടെ നിൽക്കും. നീ അടുത്ത ആഴ്ച മുന്നേ അപ്പോഴും ഞാൻ വരും. നിനക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്ന് വരിക, യെസ് ഓർ നോ പറയുക. നോ പറയാനെങ്കിലും എൻ്റെ കൂടെ വന്നേ പറ്റും. വിടില്ല. കാരണം നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ കടം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യം എല്ലാം എനിക്ക് അറിയാം. ഈ ബിസിനസിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് ഈ ബിസിനസിനെ പറ്റി അറിയാം. ഇത് നിങ്ങളെ മനസ്സിലാക്കി തന്നാൽ നിങ്ങൾ ഈ ബിസിനസ് ഇന്ദ്രധാര കാണിക്കുമെന്നുള്ളതും അറിയാം. ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാ. നീ തല്ലിയാലും ഞാൻ പോവുകയാണ്. വന്നേ പറ്റൂ. ഈ മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റൂല്ല. ഹലോ, അല്ലാതെ വരുമോ സാർ? വരുന്നില്ല സാർ, വിളിക്കുന്നുണ്ട് സാർ.
അവരെന്നെ നെഗറ്റീവാക്കി സാർ. ഈ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്നവർ ഇത് പഠിച്ച് ഒന്നെങ്കിൽ പേര് പിടിച്ച പട്ടി നിൽക്കുന്ന പോലെയോ ഇല്ലെങ്കിൽ മതമുള്ളവയാണ് ചിഹ്നം പിടിക്കുന്ന പോലെ നിന്നോണം. ഞാനൊക്കെ ഒരുത്തരെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അവന് വരാൻ അല്ലാതെ വേറെ ഓപ്ഷനുമില്ല. ജീവനോടെ ഞാൻ കൊണ്ടുപോകും, പറഞ്ഞോട് തന്നെ കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ അടങ്ങില്ല. നിങ്ങൾ എത്ര വർഷം എക്സ്ക്യൂസ് പറഞ്ഞാലും 100 തവണ ഞാൻ വീട്ടിൽ കയറി വരണം. നിങ്ങൾ പ്രാർത്ഥിച്ചോ, പിന്നെ ഞാൻ വെട്ടാച്ച. അല്ലെങ്കിൽ എന്നോട് പറ എന്നെ തല്ല്, അതുപോലെ എൻ്റെ നമ്മളോടുള്ള ബന്ധം ഇല്ലാണ്ടാക്കി എന്നാണ് ശല്യം സഹിക്കാതെങ്കിലും കൊണ്ടുപോകണം. കാരണം എന്ത്? ഇതെന്താണെന്ന് അവർക്ക് അറിയില്ല. അവരറിയിച്ചു കൊടുക്കേണ്ട തൊഴിലാണ് നമ്മുടേത്. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ വരുന്നില്ല സർ. ആരും പറയും ഇനി 4 ദിവസം ഭക്ഷണം തന്നില്ല, ജപ്പാനിൽ കൊണ്ടിട്ടിരിക്കുക. 4 ദിവസം കഴിഞ്ഞ് അത് ഭക്ഷണം കിട്ടിയില്ല. എന്താ ഭാഷ അറിയില്ല, 70 പേരുടെ ഭക്ഷണം കിട്ടിയില്ല. ഇങ്ങനെ കാണിക്കോടെ തന്നെ. ഹലോ അമ്മാ, എന്താ ആവശ്യബോധമാ നമ്മളെ കൊണ്ടുവരുന്നതൊക്കെ, മനസ്സിലായോ? അങ്ങനെ വിചാരിക്കണം. ഞാൻ ശരിക്കും ഈ ബിസിനസ്സിൽ വിചാരിച്ച എങ്ങനെ അറിയാവോ? ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ മിഷൻ 2025 ഞാനെന്ന് വർഷമുണ്ട്. മിഷൻ 2025 ക്വാളിറ്റി 25 രൂപ ഞാൻ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസംബർ 2025 ഡിസംബർ 31-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പ് എന്നെ വെടിവെച്ച് കൊല്ലും. അങ്ങോട്ട് നിയമം വന്നാൽ റിക്രൂട്ട് ചെയ്യുമോ ഇല്ലയോ? ഹലോ, സാറിന് വെടിവെച്ച് കൊല്ലുമെന്ന് നിയമമല്ല, കോടതി